എടക്കരയിലാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഉദ്ഘാടനത്തിന് പങ്കെടുക്കുന്നത്. അതായത് സാധാരണ പുറത്തുള്ള സ്ഥാപനങ്ങൾ, ഷോപ്പുകളൊക്കെ ഇനാഗ്രേഷന് ഗസ്റ്റായിട്ടും ഉദ്ഘാടകനായിട്ടും പല റോളിലും പങ്കെടുക്കാറുണ്ട്. അവനവൻ്റെ ഷോപ്പിൽ ഒരു ഗസ്റ്റായിട്ട് വരിക എന്ന് പറയുന്നത് കുടുംബത്തിൽ നിന്നും കിട്ടുന്ന ഒരു വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ ഈ നിമിഷത്തെ കാണുന്നത്. എൻ്റെ ജ്യേഷ്ഠന്മാരാണ് ഇടത്തും വലത്തുള്ളത്, അതായത് ഉമ്മയുടെ ജ്യേഷ്ഠത്തിയാണിത്. ഓക്കെ, അപ്പോൾ എടക്കരയിൽ ഇവരുടെ ഷോപ്പ് ഷെയ്ഖാൻ്റെ ഒരു സന്തോഷം. പിന്നെ ഗഫൂർ, 2 ജ്യേഷ്ഠന്മാരാട്ടാ, പിന്നെ പെങ്ങന്മാരും ബാക്കിയുള്ള എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വേറെ അനിയ അവിടെ ഇരിക്കുന്നുണ്ട്, അളാമാന്റെ മോണ്ട്. ഷോപ്പ് വലുതാണ്. ഓക്കെ, എടക്കര ടൗണിലെ മുബാറക് ബേക്കറി. അപ്പൊ അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു, നവീകരിച്ചതാണ്. എനിക്ക് തോന്നുന്നത് എടക്കര ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞാനും അലി, ഷാവുല്, സാത്തൊക്കെ വരുമ്പോൾ എത്രയോ മുന്നേ മുത്തമാനെ കാണാൻ വരുമ്പോഴും ഈ ബേക്കറി ഉണ്ട് അല്ലേ. 50 വർഷമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിജയം ചെറുതല്ല. ഒരുപാട് ആളുകൾ, കസ്റ്റമേഴ്സ് ഇവിടെ ഉണ്ട്. കാലത്തിനനുസരിച്ച് ഇവർ ഷോപ്പൊക്കെ ഒന്ന് നവീകരിച്ചു. അൽഹംദുലില്ലാ, സന്തോഷമായി. ഇവര് മുബാറക് നമുക്ക് ഇതും പരസ്യമില്ല. എന്ത് മാറ്റാ വരുത്തിയത് ഗഫൂർ? ഞങ്ങള് കുറെ കാലമായിട്ടൊരു ഇതിലായി നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി കാലഘട്ടത്തിനനുസരിച്ചൊരു മാറ്റം വേണമെന്ന്. അങ്ങനെ ഞങ്ങൾ മാറ്റം എടുത്തി. അപ്പോൾ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ കാലത്ത് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ അപ്ഡേറ്റിലേക്ക് ഞങ്ങൾ നീങ്ങി. അത്രേ വളരെ സന്തോഷമായിട്ടുണ്ട്. നിങ്ങൾ പങ്കെടുത്തിലൊക്കെ നല്ല സന്തോഷമായി എല്ലാവർക്കും. അനിയൻ പങ്കെടുത്തില്ല എന്ത് തോന്നുന്നു? അനിയനല്ലേ ഞങ്ങളെ ഏറ്റവും വലിയ സന്തോഷം അനിയനെ. ഞങ്ങൾ അനിയനല്ലേ. എത്രയോ തിരക്കുകളുണ്ട്. ഇന്ന് വിഷുവിന്റെ പരിപാടി ഉണ്ട്, കല്യാണ പരിപാടി ഉണ്ട്, പിന്നെന്താ വൈഫ് ഹൗസിൽ എന്താ പരിപാടി ഉണ്ട്. അങ്ങനെ പല പരിപാടികൾ മാറ്റി വെച്ചുകൊണ്ട് ഇപ്പൊ ഞാൻ ഫുഡിന് വരെ ക്ഷണിച്ചിട്ട് പറയുന്നത് സമയമില്ല എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി നിങ്ങളോട് കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇതൊരു വിനോദസഞ്ചാരത്തിന് ഊട്ടിയിലേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൗണാണ് എടക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മഞ്ചേരി കഴിഞ്ഞാൽ ഏറ്റവും മലപ്പുറം ജില്ലയിൽ ഭയങ്കര ഫാസ്റ്റാണ്. പണ്ടും നല്ല കച്ചവടം നടക്കുന്ന ഒരു കേന്ദ്രമാണിത് എടക്കര ടൗണ്. അതെന്താ അതിൻ്റെ സീക്രട്ട് എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊരു ബർക്കത്താണ്, നല്ല സ്ഥലമാണ്. അപ്പോൾ ഇതിൽ പോകുന്ന ആൾക്കാർ ടൗണിൽ തന്നെയാണ് മുബാറക് ബേക്കറി ഒന്ന് വിസിറ്റ് ചെയ്യുക. വിവിധ ജ്യൂസുകൾ, മൊജിറ്റോസ്, ബർഗറൊക്കെ ഇല്ലേ, എല്ലാ സാൻഡ്വിച്ച്, ഷവർമ വെക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. മൊജിറ്റോസ്, പിന്നെ ബർഗർ, സാൻഡ്വിച്ച്, പിന്നെ ചിക്കൻ റോൾ, എല്ലാ ഐറ്റംസും. ജ്യൂസുകൾ 100 പരം ജ്യൂസുകളുണ്ട്. അതല്ല ഉദ്ദേശിച്ചത്. ഓക്കെ, ഏതായാലും മൂത്തമ്മ എന്തൊക്കെ മൂത്തമ്മ സംസാരിക്കുന്നുണ്ടാവും. ആദ്യമായിട്ടായിരിക്കും ക്യാമറയിൽ സംസാരിക്കണത്. മൂത്തമ്മ പിന്നെ ഒരു ഉദ്ഘാടകയുടെ മൂലരൊപ്പം തന്നെ ഉമ്മ ആണ് ഫസ്റ്റ് കാല് വെച്ചത്. അൽഹംദുലില്ലാ, പറയാനുള്ളത് ഞാൻ കയറും പറക്കൊന്നും ആരോഗ്യം കയറും കുട്ടികൾക്ക് എല്ലാവർക്കും തരട്ടെ. മുന്നോട്ട് പോട്ടെ. പോയി നമ്മളെ എല്ലാ സ്ഥാപനങ്ങളും എല്ലാം മുന്നോട്ട് പോയി എല്ലാം കയറും പറക്കൊന്നും തരട്ടെ. സന്തോഷം. ഒരുപാട് തലമുറകൾ കൈമാറി ഒരു 50 കൊല്ലം അല്ലേ. 50 കൊല്ലം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാലല്ല. നല്ല സന്തോഷമുണ്ട്. ഇനി എടക്കരയിലെ മുബാറക് ബേക്കറി മനസ്സിൽ എപ്പോഴും ഒരു ഇടം. എടക്കരയിലെ മുബാറക് ബർക്കത്താക്കപ്പെട്ട ബേക്കറിയാണ്. ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരേട്ടാ. ഒരാള് പിന്നെ മൂത്ത ബാവാന്റെ മരുമകനാണ്, പോലീസിലാണ് വർക്ക് ചെയ്യണത്. ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യണ പോത്തുകല്ല് നമ്മുടെ സ്വന്തം ആളാണ്, കുടുംബക്കാരനാണ്. പിന്നെ ഇന്ന് ജോബില്ല, റാഫിയാണ് പേര്. ഓക്കെ, സന്തോഷം. ഹായ്, ഹലോ. ഓക്കെ, ഉഷാറല്ലേ? ഇത് ഗഫൂറിന്റെ മോനാണ്. പിന്നെ എന്തൊക്കെയാടാ? സുഖം. അല്ലെ, ഇന്ന് എല്ലാവരും തിരക്കാണ്. പക്ഷെ മാനുവിനുള്ള ആ ബന്ധാണ് നമ്മളൊക്കെ ഇവിടെ എത്തിക്കാനുള്ള പ്രധാന കാര്യം. ഞങ്ങൾക്കും നല്ല സന്തോഷമായി. ഇത്ര ദൂരം ഇവിടെ വരെ വന്നില്ലേ. സന്തോഷം, വളരെ സന്തോഷം. എന്താ പറയാനുള്ളത്? സന്തോഷം. ആളാണ്. എന്തൊക്കെ ഇത് ഗഫൂറിന്റെ മോളെ ഫാദറിലോ ആണ്. എന്താ പറയാ, എഞ്ചിനീയർ പേരെന്തേലും പെട്ടെന്ന് ഞങ്ങൾ സമയത്ത് എത്തിച്ചേർന്നു. ഞങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് കറക്റ്റ് ആക്കി എടുത്തു തന്നു. ഉഷാറായിട്ടുണ്ട് കേട്ടോ.